Hello friends, welcome to my channel Ishma Sajid. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മോർണിംഗ് വ്ളോഗ് എൻ്റെ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഗോതമ്പ് ദോശയും തേങ്ങ ചട്നിയായിരുന്നു, പിന്നെ ഒരു കോൾഡ് കോഫി. സോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കാലത്ത് എൻ്റെ ഹസ്ബൻഡ് 6:30 പോയിരുന്നു പാൽ കമ്പനീൻ്റെ ജോലിക്ക്. പിന്നെ എൻ്റെ മകന് രാവിലെ തന്നെ പോയി അവൻ്റെ കോളേജിലേക്ക്. പിന്നെ അവന് ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറ്, അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കൽ. അപ്പോൾ രാവിലെ തന്നെ അവൻ്റെ ആദ്യം കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ അവൻ പോയി പിന്നെ ഞാൻ ഫ്രീ ആയാലാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കൽ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറയണം. രാവിലെ ദോശേൻ്റെ കൂടെ ദോശ ചട്നി, ഇപ്പോൾ നീര് ദോശയാണെങ്കിൽ നീര് ദോശേൻ്റെ കൂടെ ചട്നി, ഗോതമ്പ് ദോശേൻ്റെ കൂടെ ചട്നി, അല്ലെങ്കിൽ ഉഴുന്ന് ദോശേൻ്റെ കൂടെ ചട്നി, അതൊക്കെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ്. വേറെയും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച കുറച്ച് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കി. അപ്പോൾ മകന് നല്ല ചൂടോടെ കൊടുത്ത്. അപ്പോൾ മകന് കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ മുഖമെല്ലാം കഴുകി. പിന്നെ ഞാൻ എൻ്റെ അതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടിയിൽ തേങ്ങ ചട്നി വളരെ ടേസ്റ്റിയായിരുന്നു ഫ്രണ്ട്സ്. ആക്ച്വലി തേങ്ങേൻ്റെ അകത്ത് ഞാൻ കുറച്ച് ബദാം ഇട്ടിരുന്നു, പിന്നെ ഉള്ളിയിട്ട്, പച്ചമുളക് ഇട്ട്, പുളിയിട്ട്, പിന്നെ ഒരു ഇഞ്ചി ഇട്ട്, കുറച്ച് കരിവേപ്പില ഇട്ട്, അപ്പോൾ അത് ഫുൾ തേങ്ങേൻ്റെ കൂടെ ഉപ്പും ഇട്ട് ഞാനത് ചട്നി ആക്കിയതാണ്. മോശമല്ല, നല്ല ടേസ്റ്റി ചട്നിയായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചട്നി, പിന്നെ കോൾഡ് കോഫി. ഞാൻ ആക്ച്വലി എൻ്റെ കോൾഡ് കോഫി ടീയിലൊന്നും ഷുഗർ ഇടാറില്ല. ബിക്കോസ് ഒന്നാമത് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. പിന്നെ കോൾഡ് കോഫീൻ്റെ കൂടെ ഷുഗർ ഇട്ടാൽ അത് ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ എനിക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്തിട്ടാണ് എല്ലാ ഹോട്ട് ഡ്രിങ്ക്സും കോൾഡ് ഡ്രിങ്ക്സും എല്ലാം കുടിക്കാറില്ല. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വ്ളോഗ്സ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് കമൻറ്റിൽ എന്തായാലും എഴുതി അറിയിപ്പിക്കണം. സോ ഫ്രണ്ട്സ്, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴത്തേക്ക് ബൈ, താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഫ്രണ്ട്സ്, and see you in next video.